നമ്മളിപ്പോൾ കുറേ നേരം നിൽക്കുക, കുറേ നേരം ഇരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പല വർക്കും ചെയ്യുക. ഇപ്പോൾ വെരിക്കോസ് വെയിൻ്റെ കേസില്ലേ, അതിന്റെ മെയിൻ ആയിട്ട് റീസൺ എന്ന് വെച്ചാൽ കുറേ നേരം നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇരുന്നിട്ട് കുറേ നേരം നിൽക്കുമ്പോൾ, കുറേ നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഈ സെർവിക്കൽ ഇഷ്യൂസ്, അതുപോലെ ലംബാർ ഇഷ്യൂസ് ഇതും കൂടുതലാണ്. ചിലപ്പോൾ ഡിസ്ക് ബൾജിന്റെ പ്രശ്നമാവാം, ചിലപ്പോൾ മസിൽ വീക്ക് ആയതുകൊണ്ടാവാം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം അറിയണം, അത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കേസാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഒ പി വരുന്ന കേസിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയി ഇരിക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് എഴുന്നേൽക്കുക, ചെറിയ ചെറിയ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പ്രോപ്പറായിട്ട് വാട്ടർ ഉള്ളിലേക്ക് പ്രോപ്പറായിട്ട് എത്തണം, ഹൈഡ്രേഷൻ പ്രോപ്പർ ആവണം. അതുപോലെ ഫുഡ് ഡയറ്റ് ഇഷ്യൂസ് ഒക്കെ, ചില ആളുകൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫുഡ് പ്രോപ്പർ ആവില്ല. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു പേഷ്യൻ്റെ കേസ് എന്ന് വെച്ചാൽ അവർ രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും, പിറ്റേ ദിവസം 1 മണി 2 മണി വരെ വർക്ക്, കണ്ടിന്യൂസ് വർക്ക്. അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റും ഇല്ല, ഒന്നുമില്ല, സ്ലീപ്പ് ഇല്ല, ഒന്നുമില്ല. അവർക്കുള്ള എല്ലാ ജോയിന്റ് പെയിനും ഉണ്ട്. അപ്പോൾ ഈ ജോയിന്റ് പെയിനൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ഒന്ന് സ്ലീപ്പ്, പ്രോപ്പറായിട്ട് സ്ലീപ്പ് വേണം. അതുപോലെ പ്രോപ്പറായിട്ട് പിന്നെ ഫുഡ് പ്രോപ്പർ ആവുക, പിന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടല്ല അതിരിക്കുക. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ കേസിലൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് കുറേ നേരം നിൽക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുക, കുറേ നേരം ഇരിക്കുമ്പോൾ കുറച്ച് നേരം നിൽക്കുക, ഈ ഒരു സംഭവം.